നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിന് ഹെൽത്തി ആയിട്ടുള്ള റൂട്ടിംഗ് സിസ്റ്റം ഉണ്ടാക്കി കിട്ടുവാനും നമ്മുടെ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വളർന്നു കിട്ടാനുള്ള ഇതുവരെ ആരും നിങ്ങൾക്ക് പറഞ്ഞുതരാത്ത 2 ടിപ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വെൽക്കം ടു ഓർക്കിഡ് വില്ല. ഞാൻ മാക്സി ചൂഡ്. ഫസ്റ്റ് ടിപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, നമ്മൾ പോട്ടിൽ ഇങ്ങനെ വെക്കുമ്പോൾ അറിയാലോ നന്നായിട്ട് നമുക്ക് പിടിച്ചു കിട്ടും. പക്ഷേ ഇങ്ങനെ നമ്മൾ സ്റ്റാൻഡിൽ വെക്കുന്നതിനേക്കാളും നമുക്ക് പെട്ടെന്ന് റൂട്ട് ഉണ്ടാക്കിയിട്ടാനും നല്ല ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് വളർന്നു കിട്ടാനായിട്ടും നമ്മൾ ഈ രീതിയല്ല, നമ്മൾ നമ്മുടെ പ്ലാന്റ് ഒന്ന് ഹാങ് ചെയ്തിടുക. ഇതുപോലെ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സ് നമ്മൾ തൂക്കിയിടുവാണെന്നുണ്ടെങ്കിൽ കണ്ടോ, എൻ്റെ റൂട്ട്സൊക്കെ നോക്കി എല്ലാം പുറത്തു വന്നേക്കുന്നത് കണ്ടോ. ഇതിൽ തന്നെ എനിക്ക് 2 സ്പൈക്കാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് കണ്ടോ, 2 സ്പൈക്കാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. കണ്ടോ, നല്ല റൂട്ടിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ഇതൊന്ന് ഇങ്ങനെ തൂക്കിയിടുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കി കിട്ടും. നമ്മുടെ സെക്കൻഡ് ടിപ്പ് ഇതാണ് കേട്ടോ. ആണി വെച്ചുള്ള ഒരു പ്രയോഗമാണ് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിൽ. എനിക്കിതൊരു ചേച്ചി പറഞ്ഞതെന്നാണ്. ഞാൻ പരീക്ഷിച്ച് നോക്കി. പരീക്ഷിച്ച് നോക്കാതെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ശരിയല്ലല്ലോ. പക്ഷെ ഞാനിത് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് ഇതിൽ നിന്ന് എനിക്ക് ലഭിച്ചത്. അപ്പോൾ ഇത് നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ ഓർത്തു. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിൽ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പോട്ടിൽ നമുക്ക് ഈ 2 ആണിയുടെ ആവശ്യമുള്ളൂ. ഇത് ചെയ്യാനായിട്ട് സിമ്പിളാണ്. ഈ പോട്ടിലേക്ക് നമ്മൾ ഈ 2 വശത്തേക്കും ഇതിങ്ങനെ ഇറക്കി വെക്കുക. 2 വശങ്ങളിലായിട്ട് ഇറക്കി വെക്കുക. ഇത്ര ഉള്ളു കാര്യം. ഇത് ഇറക്കി വെച്ചേക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഞാൻ ചകിരിയായതുകൊണ്ട് ഇങ്ങനെ ഇറക്കി വെച്ചു. പിന്നെ നിങ്ങളുടെ കരിയിലാണെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ ഇറക്കി വെക്കാൻ പറ്റില്ല എന്ന് വരും. അപ്പം നിങ്ങളിങ്ങനെ കിടത്തിയിട്ടാലും മതി കേട്ടോ. 2 സൈഡിലായിട്ട് ഇങ്ങനെ കിടത്തിയിട്ട് കൊടുത്താലും മതി. നമ്മൾ ഇതുപോലെ 2 ആണി വെച്ചാൽ മതി. 2ൽ കൂടുതൽ വെക്കേണ്ടതായിട്ടില്ല. 2ൽ കൂടുതൽ വെച്ച് ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ 2 വെച്ചിട്ടുള്ളൂ. 2 കൂടുതൽ വെച്ച് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയത്തില്ല. പിന്നെ ഈ ഇരുമ്പും നമ്മുടെ പ്ലാന്റും തമ്മിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നോ അങ്ങനെയുള്ള സയൻറ്റിഫിക്കലായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. ഞാനിങ്ങനെ ജസ്റ്റ് വെച്ച് ആ ചേച്ചി പറഞ്ഞപ്പോൾ വെച്ച് നോക്കിയതാണ്. പക്ഷേ എനിക്കിത് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിലാണ് ഞാൻ വെച്ചിരുന്നത് കേട്ടോ. പക്ഷേ ഇതിലിപ്പോൾ ആണി കാണുന്നില്ല എന്ന് വെച്ചാൽ അത് ചിലപ്പോൾ തുരുമ്പ് പിടിച്ച് പോയി കാണുമായിരിക്കും. പക്ഷേ അത് കണ്ടോ, ഞാൻ വെച്ചതിന് ശേഷം വന്ന സ്റ്റെംസാണ്. ഇത് കണ്ടോ, ഇതൊക്കെ അതിന് ശേഷം വന്ന സ്റ്റെമ്മാണ്. കണ്ടോ, നല്ല ഹെൽത്തി ആയിട്ടാണ് എനിക്ക് സ്റ്റെം വന്ന് കിട്ടിയത്. അടുത്തത് വന്നേക്കുന്നത് കണ്ടോ. ഓക്കെ, ഇത് കണ്ടോ, നല്ല ഹെൽത്തി സ്റ്റെമ്മാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ. ഇത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വാട്ടറും ഫെർട്ടിലൈസറൊക്കെ നമുക്ക് ചെയ്യാം. കുഴപ്പമില്ല. ഇത് തുരുമ്പെടുത്ത് പോയാലും കുഴപ്പമില്ല. എന്തായാലും തുരുമ്പെടുക്കും. നമ്മൾ വെള്ളം വീണ് കഴിഞ്ഞാൽ ഈ ആണി തുരുമ്പിച്ച് പോവും. എന്നാലും നമ്മുടെ പ്ലാന്റിന് നല്ല ഹെൽത്തി ആയിട്ട് കിട്ടും. അത്രമാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ആണി തുരുമ്പെടുത്ത് പോയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ഒരു പോട്ടിൽ 2 മാത്രമേ വെക്കാൻ പാടുള്ളൂ. ഞാൻ 2 വെച്ചിട്ടുള്ളൂ. 4 വെച്ചാൽ എങ്ങനെ വരും എന്ന് എനിക്കറിയില്ല. ഞാൻ 2 വെച്ച് കൊടുത്തിട്ടുള്ളൂ. ആദ്യം നിങ്ങൾ പരീക്ഷിക്കുമ്പോൾ ഒന്ന് 2 മാത്രം വെച്ച് നോക്കുക. പിന്നീട് നമുക്ക് 4 വെച്ച് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്തില്ലേ? മറന്നുപോയാൽ ലൈക്ക് ചെയ്യാനായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്യണേ. ഓക്കെ, ചെയ്തോ? സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും ചെയ്തോ? ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.